നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ. കരിവള്ളൂർ ഓണക്കുന്നിൽ ഭ്രാന്തൻ കുറുക്കന്റെ വിളയാട്ടം. കുട്ടമത്ത എ ശ്രീധരൻ നിര്യാതനായി. അവസാനിച്ചത് അറിവ് തേടിയലഞ്ഞ ഒരു സർഗാത്മക ജീവിതം. മഹസർ തയ്യാറാക്കാനെത്തിയ ഗേൽ ഉദ്യോഗസ്ഥരെ ഏറ്റുകുടുക്കയിൽ നാട്ടുകാർ തടഞ്ഞു. പഴയങ്ങാടിയിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. KPCC പ്രസിഡന്റ് VM സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളെ അഴിമതിയുടെ പേരിൽ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള CBI കൽക്കരി കേസിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി വിദേശത്ത് പോയി കോൺഗ്രസിനെയും മുൻ UPA ഗവൺമെന്റിനെയും നേതാക്കളെയും അഴിമതിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. എന്നാൽ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള CBI കൽക്കരി കേസിൽ മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വർഷം മുൻപ് BJP പറഞ്ഞ വാക്കുകളെല്ലാം പാഴ്വാക്കായിരിക്കുകയാണെന്നും വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ജനാധിപത്യ മാർഗത്തിലൂടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി കോൺഗ്രസ് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചുള്ള കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാതല പ്രത്യേക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഉമ്മൻചാണ്ടി. കാരുണ്യസ്പർശം തേടിയെത്തിയ രോഗികൾക്ക് സഹായ നിർദ്ദേശങ്ങളും വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി നൽകി. ജനപക്ഷ രാഷ്ട്രീയമാണ് UDFന്റേതെങ്കിൽ ജനപക്ഷ വികസന സമീപനമാണ് UDF സർക്കാരിൻ്റേതെന്ന് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തിയ KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. ജനപക്ഷ രാഷ്ട്രീയമാണ് UDFന്റേതെങ്കിൽ ജനപക്ഷ വികസന സമീപനമാണ് UDF സർക്കാരിൻ്റേതെന്ന് പ്രത്യേകിച്ച് പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, എൻഡോസൾഫാൻ പോലുള്ള കാസർഗോഡിന്റെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ അർത്ഥപൂർണമായ പരിഹാരമുണ്ടാക്കിയത് നമ്മുടെ ഗവൺമെന്റ് അല്ലേ? CPMന്റെ മുൻകാല നേതാക്കൾ സമരം തുടങ്ങുന്നത് സമരം എവിടെ അവസാനിപ്പിക്കണമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്നും പക്ഷേ ഇപ്പോഴത്തെ നേതാക്കൾക്ക് സമരം തുടങ്ങാനേ അറിയൂ, എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ലെന്നും അതുകൊണ്ട് തന്നെ അവരുടെ പല സമരങ്ങളും അവസാനിപ്പിച്ചതിൽ തന്നെ വലിയ വിവാദമുണ്ടായെന്നും KPCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. സമരം തുടങ്ങാനേ അവർക്കറിയൂ, സമരം എവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് അവർ തുടങ്ങിയ പല സമരങ്ങളും അവസാനിപ്പിച്ചത് തന്നെ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് സ്വീകാര്യരാവണമെന്നും റബലുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും തെരഞ്ഞെടുപ്പ് ഫണ്ട് അതാത് കമ്മിറ്റികൾ കണ്ടെത്തണമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. ദിശാബോധം നഷ്ടപ്പെട്ട പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്നും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു വരുന്ന തെറ്റായ നയമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് തോൽവിക്ക് കാരണമാകുന്നതെന്നും കൺവെൻഷനിൽ പ്രസംഗിക്കവേ മുൻ KPCC പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല പറഞ്ഞു. ദിശാബോധം നഷ്ടപ്പെട്ട ഒരു പ്രതിപക്ഷം കഴിഞ്ഞ 6 വർഷക്കാലമായി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതു മുന്നണി പരാജയപ്പെടുന്നു, UDF വിജയിക്കുന്നു. ഒരു സംശയവും എനിക്കില്ല. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 70% പഞ്ചായത്തുകളും ത്രിതല പഞ്ചായത്തുകളും നമ്മൾ ജയിച്ചു. ചെറുവത്തൂരിലെ കവർച്ചാ കേസ് പ്രതികളെ കൊടുക്കാനുള്ള പദ്ധതി ത്വരിതപ്പെടുത്തുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ചെറുവത്തൂരിൽ വിജയബാങ്ക് കൊള്ളയടിച്ചു. അത് കൊള്ളയടിച്ച ആളുകളെ സംബന്ധിച്ച് അന്വേഷിച്ച് കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു. DCC പ്രസിഡന്റ് CK ശ്രീധരൻ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറിമാരായ KP കുഞ്ഞിക്കണ്ണൻ, സജി ജോസഫ്, VA നാരായണൻ, K നീലകണ്ഠൻ, KPCC നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു, P ഗംഗാധരൻ നായർ,
PC രാമൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ PK ഫൈസൽ, KK രാജേന്ദ്രൻ, ബാലകൃഷ്ണൻ പെരിയ, ഹക്കീം കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിച്ചു. മുന്നോടിയായി പ്രകടനവും നടന്നു. കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക തീർത്തു നൽകുക, ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുക, ക്ഷേമാനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്തു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കർഷക സംഘം പയ്യന്നൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനമായാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസ് പരിസരത്തേക്ക് എത്തിയത്. നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു. തുടർന്ന് വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ ജനുവരി മാസവും ഫെബ്രുവരി മാസവും മാർച്ചും ഏപ്രിലും മെയ്യും ജൂണും ഒരു 6 മാസത്തെ പെൻഷൻ കിട്ടാനുണ്ടെന്ന് വിചാരിക്കുക. ജനുവരി മാസവും ഫെബ്രുവരി മാസവും മാർച്ച് മാസവും കൊടുത്തിട്ടല്ലേ പിന്നെ ഏപ്രിലും മെയ്യും ജൂണും കൊടുക്കേണ്ടത്. തങ്കമണി അധ്യക്ഷയായി. പോത്തേര കൃഷ്ണൻ, സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു. പെരളം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ ഉപരോധ സമരം AIDWA സംസ്ഥാന സമിതി അംഗം VV സരോജിനി ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഓണനാളായാലും വിഷുവായാലും റംസാനായാലും ബക്രീദായാലും എല്ലാം T ഗോപാലൻ അധ്യക്ഷനായി. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ സംസാരിച്ചു. മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. KSKTU നോർത്ത് തൃക്കരിപ്പൂർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം E കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. 28 മാസത്തെ കർഷക തൊഴിലാളി പെൻഷൻ പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തു. മാത്രമല്ല കർഷക തൊഴിലാളി പെൻഷൻ വർദ്ധിപ്പിച്ചു. ഒരു ഓണത്തിന് എന്തായി കർഷക തൊഴിലാളി പെൻഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു അല്ലേ. KV രാധ അധ്യക്ഷയായി. K നാരായണൻ മാസ്റ്റർ, M രാമചന്ദ്രൻ, MB സുകുമാരൻ, KV പത്മനാഭൻ, KV കാർത്തിയായനി എന്നിവർ സംസാരിച്ചു. P ശ്രീധരൻ സ്വാഗതവും A അമ്പുക്കുഞ്ഞി നന്ദിയും പറഞ്ഞു. കർഷക തൊഴിലാളി കുഞ്ഞിമംഗലം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AV രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CK രാമൻ മാസ്റ്റർ അധ്യക്ഷനായി. അവരാണ് ഈ കർഷക തൊഴിലാളി പെൻഷനെ നഖശിഖാന്തം എതിർക്കാൻ മുന്നോട്ട് വന്നത്. അന്ന് പറഞ്ഞത് ഈ പെൻഷൻ എന്ന് പറയുന്ന സാധനം പ്രത്യുൽപാദനപരമല്ല എന്നാണ്. M പത്മനാഭൻ, M കുഞ്ഞിരാമൻ, K കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എരമം മാതമംഗലം മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചും ധർണയുടെയും ഭാഗമായി മാതമംഗലം കേന്ദ്രീകരിച്ച് ബഹുജന പ്രകടനം നടന്നു. തുടർന്ന് എരമം വില്ലേജ് ഓഫീസിന് മുന്നിൽ KSKTU ഏരിയ പ്രസിഡന്റ് KD അഗസ്റ്റിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. PM രാഘവൻ അധ്യക്ഷനായി. ഈ നാട്ടിലെ മുഴുവൻ കർഷക തൊഴിലാളികളും ചെങ്കൊടി കീഴിൽ അണിനിരന്നുകൊണ്ട് ആ പോരാട്ടത്തിൽ സജീവമായി പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സമരം നടത്തുമ്പോൾ കുറ്റൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPIM പെരിങ്ങും ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മാസത്തെ പെൻഷൻ കൊടുത്തു നിർത്താൻ തയ്യാറായ ഗവൺമെന്റ് ഇപ്പോൾ 3 മാസത്തിൽ കൊടുക്കാൻ അവർ നിർബന്ധിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ 7 മാസത്തെ കുടിശ്ശിക ഇനിയും ബാക്കിയുണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. M ശങ്കരൻ അധ്യക്ഷനായി. MK കുഞ്ഞപ്പൻ, EV രഘുനാഥൻ, P ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുന്നോടിയായി കുറ്റൂർ വില്ലേജ് ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. കരിവള്ളൂർ ഓണക്കുന്നിൽ ഭ്രാന്തൻ കുറുക്കന്റെ വിളയാട്ടം. 3 ആളുകൾക്കും നിരവധി മൃഗങ്ങൾക്കും കടിയേറ്റു. കടിയേറ്റ ആളുകളെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓണക്കുന്നിൽ ഭ്രാന്തൻ കുറുക്കന്റെ പരാക്രമം തുടർക്കഥയാകുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഭ്രാന്തൻ കുറുക്കൻ നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഭ്രാന്തൻ കുറുക്കൻ ഓടിപ്പോകുന്നിടത്തെ മൃഗങ്ങളെയും മനുഷ്യനെയും കടിച്ചു. 3 മനുഷ്യർക്കും 5 പശുക്കൾക്കും 10ഓളം നായകൾക്കുമാണ് കടിയേറ്റത്. ഭ്രാന്തൻ കുറുക്കനെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. മൃഗാശുപത്രിയിൽ നിന്ന് അറ്റൻഡർ എത്തി നായകൾക്കും പശുക്കൾക്കും കുത്തിവെച്ചു. ഇത് 037 അങ്ങനെ ഒരു 5 ദിവസം കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ മാസമാണ് ഓണക്കുന്നിൽ ബൈക്കിൽ പോകുന്നയാളെ ഭ്രാന്തൻ കുറുക്കൻ കടിച്ച് പരിക്കേൽപ്പിച്ചത്. 3 ആളെ കടിച്ചു. 3 ആള്, പിന്നെ 2 നായിന, 3 പശുക്കള, അങ്ങനെ കുറേ എണ്ണത്തിൽ ഇപ്പോൾ കടിച്ച് കളിക്കില്ല. ഇപ്പം നായിനെ അതിനെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രമുഖ നാടൻ കലാ ഗവേഷകനും ഗ്രന്ഥകാരനുമായ കുട്ടമത്ത് A ശ്രീധരൻ നിര്യാതനായി. 82 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. സംസ്കാരം സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിലും നാടൻ കലാ ഗവേഷണത്തിലും പ്രതിഭയുടെ കയ്യൊപ്പു ചാർത്തിയ നിരവധി രചനകൾ മലയാളത്തിന് സമ്മാനിച്ചാണ് കുട്ടമത്ത് A ശ്രീധരൻ യാത്രയായത്. ഉത്തര മലബാറിലെ പെരുങ്കളിയാട്ട വേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം.
പൂർവ്വ പൈതൃകങ്ങളിലേക്ക് വിശകലന ബുദ്ധിയോടെ ആണ്ടിറങ്ങുന്ന എഴുത്തുകളിലൂടെ നാടിൻ്റെ അനൗദ്യോഗിക വൈജ്ഞാനിക ചരിത്ര മേഖലയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് ഇദ്ദേഹം. നാടോടി വിജ്ഞാനീയത്തിൽ ഗവേഷണം നടത്തുന്ന പുതിയ തലമുറയുൾപ്പെടെ ശിഷ്യസമാനന്മാരായ വിപുലമായ സുഹൃത്ത് വലയത്തിനുടമയായിരുന്നു ഈ എഴുത്തുകാരൻ. ചെറുവത്തൂരിനടുത്ത് തിമിരയിൽ CP ഗോവിന്ദൻ, A ദേവകിയമ്മ എന്നിവരുടെ മകനായി 1934 ജനനം. മഹാകവി കുട്ടമത്തിൻ്റെ പേരമകൻ കൂടിയാണ് കുട്ടമത്ത് A ശ്രീധരൻ. നീലേശ്വരം രാജാസ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മലയോര ഗ്രാമമായ കുന്നംകൈയിൽ ഏകാധ്യാപകനായിട്ടായിരുന്നു ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. തുടർന്ന് നാടൻ കലാ ഗവേഷണത്തിനും പ്രാദേശിക ചരിത്ര പഠനത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ട മാനുവൽ കമ്മിറ്റിയുടെയും കൊടക്കാട് കലാനികേതൻ്റെയും സ്ഥാപകാംഗം, വിവിധ പെരുങ്കളിയാട്ട സ്മരണികകളുടെ മുഖ്യപത്രാധിപർ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലമ്പിട്ട ഓർമ്മകൾ, പള്ളിശ്രീപീഠം, കാലത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ, കുന്നിയൂർ കവികുലം, പെരുങ്കളിയാട്ടം എന്നിവയാണ് പ്രധാന കൃതികൾ. ഫോക്ലോർ അക്കാദമി പുരസ്കാരം, ഉബൈദ് പുരസ്കാരം, സർവമംഗള പുരസ്കാരം തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ ജന്മദേശമായ തിമിരിയിലെ തറവാട്ട് ശ്മശാനത്തിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടിയിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. ചെങ്ങൽ കുണ്ടത്തിൻകാവിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർ KV ഹരീശന്റെ വീടാണ് പുലർച്ചെ 4 മണിയോടെ തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായിരുന്ന ശക്തമായ കാറ്റും മഴയുമാണ് വീട് തകരാൻ കാരണമായത്. പുലർച്ചെ 4 മണിയോടെ വീടിന് സമീപത്തെ മതിൽ ഇടിയുകയായിരുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. ആകെയുള്ള കിടപ്പാടം തകർന്നതോടെ നിർധന കുടുംബം പെരുവഴിയിലായിരിക്കുകയാണ്. വീട് പുനർനിർമ്മിക്കപ്പെട്ട സർക്കാരിൽ നിന്നും ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. 4 മണിക്ക് ഒരു ശബ്ദം കേട്ടിട്ട് നമ്മൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ടുപേരും. അപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടിട്ട് കല്ല് വന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി പുറത്തേക്ക് പറഞ്ഞു. അപ്പോൾ കൂടുതൽ വന്ന് ചമരം അങ്ങനെ തട്ടിപ്പോയി. പൊളിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. അതിലൊന്നും റിപ്പയറും ചെയ്യാൻ കഴിയില്ല. അത് അതിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മഹസർ തയ്യാറാക്കാനെത്തിയ ഗെയിൽ ഉദ്യോഗസ്ഥരെ ഏറ്റുകുടുക്കയിൽ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്ത് വൈകുവോളം സംഘർഷം നിലനിന്നു. ഗെയിൽ ഉദ്യോഗസ്ഥർ മഹസർ നടത്തുന്നതറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത്. എന്തുവന്നാലും ഗെയിലിന്റെ പ്രവർത്തനം അനുവദിക്കില്ലെന്ന് പറഞ്ഞ നാട്ടുകാർ തങ്ങളുടെ ജീവനും സ്വത്തിനും ഗെയിൽ എന്ത് ഗ്യാരണ്ടിയാണ് നൽകുകയെന്ന് ചോദിച്ചു. തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ അനുവദിക്കുകയില്ലെന്ന് ഗെയിൽ അധികൃതരും പറഞ്ഞതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയായിരുന്നു. ഭൂമി നഷ്ടപ്പെട്ടവരെ കൂടാതെ നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ഒരു വൻ പോലീസ് സംഘം തന്നെ ജോലി തടസ്സപ്പെടുത്തുന്നവരെ മാറ്റാൻ എത്തിച്ചേർന്നിരുന്നു. നാട്ടുകാർ എന്തിനും തയ്യാറായതോടെ ഉദ്യോഗസ്ഥർ അയഞ്ഞു. വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചർച്ചയാകാമെന്ന് വൈകിട്ടോടെ തീരുമാനമായി. പിന്നീടാണ് നാട്ടുകാർ പിരിഞ്ഞുപോയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ച് ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണമെന്ന് KK രാഗേഷ് MP അഭിപ്രായപ്പെട്ടു. എട്ടിക്കുളത്ത് പയ്യന്നൂർ റൂറൽ ബാങ്ക് ശാഖ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുമേഖലയെ സ്വകാര്യവൽക്കരിച്ച് ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയെ കേന്ദ്ര ഗവൺമെന്റ് തകർത്തുകൊണ്ടിരിക്കുകയാണെന്നും KK രാഗേഷ് MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കമേഴ്സ്യൽ ബാങ്കുകൾ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അതിനു പുറമെ നമ്മളെല്ലാവരും വിളിക്കുന്ന പുത്തൻ തലമുറ ബാങ്കുകൾ, ന്യൂ ജനറേഷൻ ബാങ്കുകൾ, ഇവയൊക്കെ ഉയർന്നു വരികയാണ്. നമ്മുടെ പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തെ ദൗർഭാഗ്യവശാൽ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ടേക്ക് ബാങ്കിംഗ് മേഖലയാകെ പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവും നടക്കുകയാണ്. ചടങ്ങിൽ ശ്രീകൃഷ്ണൻ MLA അധ്യക്ഷനായി. കണ്ണൂർ സഹകരണ രജിസ്ട്രാർ K സുരേന്ദ്രൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ വായ്പാ വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം NV ഹസീന സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്തു. സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ഉദ്ഘാടനം TI മധുസൂദനൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ ഡിവിഡന്റ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV ഗോവിന്ദൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. മീത്തൽ മഹമ്മൂദ് ഹാജി CCTV ഉദ്ഘാടനം ചെയ്തു. KC രാജൻ, അഡ്വക്കേറ്റ് KV ഗണേശൻ, ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരൻ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ പയ്യന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ PWD ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ഏകോപന സമിതി പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. സമരം
ധർണാസമരം സിന്ദാബാദ്. ചെറുപുഴ പയ്യന്നൂർ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുമരാമത്ത് ഓഫീസ് മാർച്ചും ധർണയും ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. 10,000-കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിലേക്കുള്ള റോഡ് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയും ചെറുപുഴയും പാലാവയലിലുമുള്ള ആയിരക്കണക്കിന് ആളുകള് ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും സംസ്ഥാന സർക്കാരിന്റെ മറ്റ് കേന്ദ്രങ്ങളിലേക്കും നിത്യോപയോഗ ആവശ്യങ്ങൾക്കായി കടന്നു പോകുന്ന വലിയ പ്രധാനപ്പെട്ട റോഡ് മൈസൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന മേഖലാ പ്രസിഡന്റ് NV കുഞ്ഞിരാമൻ അധ്യക്ഷനായി. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, MP തിലകൻ, J സെബാസ്റ്റ്യൻ, ഇബ്രാഹിം ഹാജി, MK ബാലചന്ദ്രൻ, റോയ് ജോസ് എന്നിവർ സംസാരിച്ചു. റോഡ് അടിയന്തരമായും മെക്കാഡം ടാറിംഗ് ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനവും സമർപ്പിച്ചു. പെരുമ്പ KSRTC കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ മലയോര മേഖലയിലെ നൂറുകണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു. വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ കർണാടക, തമിഴ്നാട് പാടങ്ങളിലെ പതിവ് കാഴ്ച തന്നെയാണ്. എന്നാൽ ഈ ദൃശ്യം കേരളത്തിലായാലോ? അതും പയ്യന്നൂരിൽ. ടി ബാബു പഴയങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. പയ്യന്നൂർ കാനായിലെ ഒരു കൂട്ടം യുവാക്കൾ 2 വർഷം മുമ്പ് വിനോദയാത്രക്കിടെയാണ് തമിഴ്നാട്ടിലെ ചെണ്ടുമല്ലിപ്പാടത്തെത്തിയത്. അവിടുത്തെ കൃഷിരീതിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും വളപ്രയോഗത്തെപ്പറ്റിയും മനസ്സിലാക്കി ഒരു സ്വപ്നവും നെയ്തു. എന്തുകൊണ്ട് മലയാളക്കരയിൽ ഇത്തരം ഒരു ദൃശ്യം ഉണ്ടായിക്കൂടാ? 2 വർഷം മുമ്പ് ഇവർ കണ്ട സ്വപ്നമിത ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. കാനായി കാനം വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പറമ്പിൽ DYFI കാനം യൂണിറ്റാണ് ചെണ്ടുമല്ലി വിത്തിട്ടത്. തൊഴിലാളി ദിനമായ മെയ് 1 വിത്തിട്ട ശേഷം വെള്ളമൊഴിച്ചും വളമിട്ടും പരിപാലിച്ചു ഈ ആഴ്ചയാണ് ഇവയത്രയും വിരിഞ്ഞുല്ലസിച്ച് തുടങ്ങിയത്. ഒപ്പം വാടാർ മല്ലിയും 10 സെന്റ് സ്ഥലത്ത് ഇക്കുറി പരീക്ഷണാടിസ്ഥാനത്തിലാണ് വിത്തിട്ടത്. പരീക്ഷണം വൻ വിജയം. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം കാരണം പൂക്കാൻ വൈകിയതിനാൽ ഓണവിപണിയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാകട്ടെ പൂക്കടക്കാർ നാട്ടിൽ നിന്നും പൂ എടുക്കുന്നുമില്ല. ഈ രംഗത്തും അന്യസംസ്ഥാന ലോബിയും ഇടനില കൊയ്ത്തുകാരും ഉണ്ടെന്ന് വേണം കരുതാൻ. പക്ഷേ ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ആവശ്യക്കാർക്ക് മിതമായ വിലക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് യുവാക്കൾ. DYFI ഭാരവാഹി M ഷിജു പറയുന്നത് കേൾക്കാം. കാനായി യൂണിറ്റാണ് ഈ കൃഷി ഇവിടെ നടപ്പിലാക്കിയത്. ഓണം വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൊരു വ്യത്യസ്തമായ ഒരു കൃഷി രീതി എന്ന രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇത് നടപ്പിലാക്കിയത്. പക്ഷേ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം ഇപ്രാവശ്യം നമുക്കിത് ഓണത്തിന് വിപണിയിലെത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിൽ നമ്മൾ ഇത് വ്യാപകമായി കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലൊരു മാതൃകയാവാനുള്ള പ്രയത്നം ആണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഈ കമ്മിറ്റിയിലുള്ള മുഴുവൻ മെമ്പർമാരുടെയും നാട്ടുകാരുടെയൊക്കെ നല്ല പരിപൂർണ്ണ സഹകരണം നമുക്ക് ഇതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിച്ച അവസാന ഘട്ടത്തിൽ തളിപ്പറമ്പള്ളി പട്ടുവത്തിലൊരു കുടുംബശ്രീ മുഖേനയാണ് ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ചത്. കൃത്യമായ കാലയളവ് തന്നെ ഉദ്ദേശിച്ച 90 ദിവസം കണക്കൂട്ടി തന്നെയാണ് നമ്മൾ കൃഷി നടത്തിയത്. പക്ഷേ ഇപ്രാവശ്യം ആദ്യം മഴ പെയ്യാൻ വൈകി, പിന്നെ കാലാവസ്ഥ അധികം മഴ പെയ്തു, അങ്ങനെ പൂക്കാൻ വൈകി. ഇപ്പം ഇതിൻ്റെ വിപണി കണ്ടെത്താനാവാത്ത ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അടുത്ത സീസണിൽ നേരത്തെ വിത്തിട്ട് വിളവൊരുക്കാനും അതുവഴി പൂവിപണിയിൽ ഇടപെടൽ ശക്തിയായി മാറ്റാനുമുള്ള ആലോചനയുമുണ്ട് ഈ യുവാക്കൾക്ക്. എന്തായാലും ഈ പൂപ്പരപ്പിന്റെ സുഗന്ധം വിളംബരം ചെയ്യുന്ന സന്ദേശങ്ങൾ കാണാതെ പോകാൻ ആർക്കും കഴിയില്ല. സമ്മതിച്ചേ പറ്റൂ ഈ യുവാക്കളുടെ കൂട്ടായ്മയെ, അർപ്പണബോധത്തെ, ഒപ്പം സാമൂഹ്യ വീക്ഷണത്തെ. തമിഴ്നാട്ടിലെ ഏതെങ്കിലും പാടശേഖരമല്ല, വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികൾ നമ്മോട് വിളിച്ചു പറയുന്നത് വരവ് പൂക്കളെ ഉപേക്ഷിക്കണമെന്ന സന്ദേശമാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി കാനായി കാനത്തിൽ നിന്നും ടി ബാബു പഴയങ്ങാടി. 40 ഏക്കറോളം തരിശുനിലത്ത് നെൽകൃഷി നടത്തി വിജയം കൊയ്ത് ഏഴോം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ വനിതകൾ. കൊയ്ത്തുത്സവം ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയുടെ നെല്ലറിയായ ഏഴോത്ത് വനിതകളുടെ കൂട്ടായ്മയിൽ കൊയ്തത് 140 ഏക്കറോളം നെല്ലാണ്. കൃഷിപ്പണിക്ക് ആളെ കിട്ടാനില്ലെന്ന് പറയുന്നവർ കണ്ടുപിടിക്കണം ഇവരുടെ ഈ കൂട്ടായ്മ. പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ കീഴിലുള്ള 80ഓളം JLG ഗ്രൂപ്പുകളാണ് നെൽകൃഷി നടത്തിയത്. നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണിവർ. പരമ്പരാഗത നെൽവിത്തുകളായ ഏഴോം 1, ഏഴോം 2, ഏഴോം 3 എന്നീ നെൽവിത്തുകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കണ്ണോം പുലരി JLG ഗ്രൂപ്പ് നടത്തിയ കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് CV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4-5 വർഷം ഒരു തരിശുരഹിത പഞ്ചായത്ത് എന്നുള്ള മുദ്രാവാക്യം ഒരു മന്ത്രം പോലെ
നമ്മൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഈ കാൽവെപ്പ് ഞാൻ മൊത്തത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോഴും ഇപ്പോഴും ഉള്ള നെൽകൃഷീൻ്റെ വിസ്തൃതിയൊക്കെ നോക്കുമ്പോൾ അന്നത്തേക്കാളും ഒരു 178 ഏക്കറ അന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷി ഓഫീസർ ആർ റിയാസ്, എം ചന്ദ്രൻ, കെ എൻ ഗീത, പി എം സുമതി, കെ വി കരുണാകരൻ, ഷൈമ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCP ജില്ലാ പ്രസിഡന്റ് VV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നയിക്കുന്ന ജനജാഗ്രതാ യാത്ര സമാപിച്ചു. ജാഥയ്ക്ക് പിലാത്രയിൽ സ്വീകരണം നൽകി. AV തമ്പാൻ അധ്യക്ഷനായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രൂക്ഷമായ വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരുകളുടെ വർഗീയ പ്രീണനങ്ങൾക്കെതിരെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് NCP ജില്ലാ പ്രസിഡന്റ് VV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ജനജാഗ്രതാ യാത്ര സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ തലശ്ശേരിയിൽ സമാപിച്ചു. മാതമംഗലത്തുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. ഞങ്ങൾ ഉയർത്തിയ ഈ ആവശ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നിങ്ങളുടെ മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ജാഥയ്ക്ക് പിലാത്രയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. AV തമ്പാൻ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി. റഫീഖ് പാണപ്പുഴ, ഹമീദ് ഇരണാവ്, അജയൻ പായം, KV രതീഷ്, തോമസ് കാടാഞ്ചിറ എന്നിവർ സംസാരിച്ചു. ജോസ് മറ്റത്തിൽ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വരുന്ന തിരഞ്ഞെടുപ്പിൽ LDF ചരിത്ര വിജയം നേടുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. UDF-ലെ ഒരു ഘടകകക്ഷിയെയും കൂടെ ചേർക്കില്ലെന്നും കാനം. പഴയങ്ങാടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ LDF ചരിത്ര നേട്ടം കൈവരിക്കും. UDF-ലെ ഒരു ഘടകകക്ഷിയെയും കൂടെ നിർത്തില്ല. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. വർഗീയ പാർട്ടിയെയും അഴിമതിക്കാരെയും ജനം തിരിച്ചറിയുമെന്നും കാനം രാജേന്ദ്രൻ കൂട്ടിച്ചേർത്തു. LDF ഒറ്റക്കെട്ടായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. മുസ്ലിം ലീഗൊന്നുമില്ല, UDF-ലെ ഒരു കക്ഷിയെ ഞങ്ങൾ കൂടെ കൂട്ടില്ല. UDF-നും BJP-ക്കും എതിരായിട്ടുള്ളൊരു ഐക്യമാണ് LDF വിഭാവനം ചെയ്യുന്നത്. ഈ രണ്ടു പേർക്കും എതിരായിട്ട് ഉള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ചു നിൽക്കും. വളരെ വിശാലമായിട്ടുള്ള ഐക്യം പടുത്തുയർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി നേരിടും. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് A സന്തോഷ് കുമാർ, ബാബു രാജേന്ദ്രൻ തുടങ്ങിയവരും കാനം രാജേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിന് K കുഞ്ഞിരാമൻ MLA-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം MLA K കുഞ്ഞിരാമന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും സ്കൂളിന് അനുവദിച്ച 2 കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനോദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ നിർവഹിച്ചു. അത്രമാത്രം ഭൗതികമായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പൊതുവിദ്യാലയത്തിൽ കൊണ്ടുവരികയാണ്. ബഹുമാനായ MLA ഇപ്പോൾ പല സ്കൂളുകളിലും കമ്പ്യൂട്ടർ കൊടുത്തു. ഇവിടെ 2 കമ്പ്യൂട്ടർ കൊടുത്തു. ഇവിടെ ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ പറയുന്നത് LCD പഠിച്ചു കൊടുക്കുന്നത്. തീർച്ചയായും MLA-ക്ക് തരാൻ ചിലപ്പോൾ പരിമിതി കാണും. ചിലപ്പോൾ എല്ലാം ഇവിടെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. പക്ഷെ ഞാനിവിടെ വെച്ച് നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നത്, തീർച്ചയായും പഞ്ചായത്തിന്റെ വകയിലെങ്കിലും ആ LCD പ്രൊജക്ട് തരാൻ ഞങ്ങൾ തയ്യാറാണ്. സ്കൂളിൽ സ്മാർട്ട് സിറ്റി ക്ലാസ് ഒരുക്കാൻ LCD പ്രൊജക്ടർ നൽകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ പറഞ്ഞു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CG ജാസ്മിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ VK ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. M ബാലകൃഷ്ണൻ, K മിനി, ജഗദീശൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കരിവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് നടന്നു. പയ്യന്നൂർ സീനിയർ CPO ബാബു അക്കരക്കാരൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സിൽ പയ്യന്നൂർ സീനിയർ CPO ബാബു അക്കരക്കാരൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോലീസ് കൈ കാണിച്ചാൽ അവിടെ നിൽക്കുക, എന്താ കാര്യങ്ങൾ നോക്കുക. പോലീസ് ഒരിക്കലും നിങ്ങളുടെ, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞു, എന്തല്ല ശത്രുക്കളല്ല. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ഒരു വിഭാഗം ആണ്. മദ്യപാനം, ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കൽ, അശ്രദ്ധ, ട്രാഫിക് നിയമം തെറ്റിക്കൽ, ഹെൽമറ്റ് ധരിക്കാതിരിക്കൽ തുടങ്ങിയവ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ റോഡപകടങ്ങൾ കുറയ്ക്കാമെന്ന് അദ്ദേഹം ബോധവൽക്കരണ ക്ലാസ്സിൽ പറഞ്ഞു. ഹെഡ്മിസ്ട്രസ് KR നിർമ്മല അധ്യക്ഷത വഹിച്ചു. സ്കൗട്ട് മാസ്റ്റർ PC ജയസൂര്യൻ സ്വാഗതം ആശംസിച്ചു. ഗ്രൂപ്പ് ലീഡർ അഭിഷേക് K നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് 1 രൂപ 1 വീക്ക് സാന്ത്വന ധനസമാഹരണ പദ്ധതിയുടെ ഉദ്ഘാടനവും നടന്നു.
കേരള ഗ്രന്ഥശാല സംഘം 70-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പയ്യന്നൂർ CP നാരായണൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ ബക്കളം ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്തരം സ്വാധീനം, ഇത്തരം ജനസ്വാധീനം ഇവിടെ ഉണ്ടാകാൻ കാരണം? അത് വലിയൊരു ജനവിഭാഗമാണ്. അപ്പോഴാണ് ബ്രാഹ്മണന്മാർക്ക് മേധാവിത്വം. കേരളത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ ബക്കളം ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി പാർക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ അധ്യക്ഷനായി. GD നായർ, KK കൃഷ്ണൻ, KU രാധാകൃഷ്ണൻ, KV പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി എരമംകുറ്റൂർ പഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരമാണ് ശുദ്ധജല മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം നടന്നത്. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഫിഷറീസ് പ്രൊജക്ട് ഓഫീസർ K സന്ധ്യ, സംഗീത, KS സജീവ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അപേക്ഷ നൽകിയ 50ഓളം പേർക്കാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർ K വിജയന് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് DYSP ഹരിചന്ദ്രൻ നായിക് ഉദ്ഘാടനം ചെയ്തു. ചന്ദേര SI K വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കാഞ്ഞങ്ങാട് DYSP ഹരിചന്ദ്രൻ നായിക് ഉപഹാര സമർപ്പണം നടത്തി. പോലീസ് മേധാവികളായ KE പ്രേമചന്ദ്രൻ, ശശിധരൻ, സന്തോഷ്, ശാന്ത എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചന്ദേര SHO M രാജേഷ് ചടങ്ങിൽ അധ്യക്ഷനായി. അഡീഷണൽ SI MP പത്മനാഭൻ സ്വാഗതവും മുരളി നന്ദിയും പറഞ്ഞു. K വിജയൻ മറുപടി പ്രസംഗവും നടത്തി. പക്ഷേ അതേ ശാന്ത സ്വഭാവമാണ് ഞാൻ ഇന്ന് കാണുന്നത്. അന്ന് കാണുന്ന അതേ എന്നോട് യാതൊരു പെരുമാറ്റത്തിൽ വ്യത്യാസം കാണിക്കാതെ നേരെ കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി. ഞാൻ മാത്രമല്ല, പുരുഷനുണ്ടായിരുന്നു. കണ്ടോന്താർ ഇടമന UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉപജില്ലാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും സമ്മാനദാനവും മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P നാരായണൻകുട്ടി മാസ്റ്റർ നിർവഹിച്ചു. കണ്ടോന്താർ ഇടമന UP സ്കൂൾ 2015-16 വർഷം പ്ലാറ്റിനം ജൂബിലി വർഷമായി ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഉപജില്ലാ ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. മാടായി ഉപജില്ലയിലെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായാണ് പൊതുവിജ്ഞാനം വിഷയമാക്കി ക്വിസ് മത്സരം നടന്നത്. മത്സരത്തിന്റെ ഉദ്ഘാടനം മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P നാരായണൻകുട്ടി മാസ്റ്റർ നിർവഹിച്ചു. ഒരു കാലത്ത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം നൽകിയ ഒരു സ്കൂളാണ്. പക്ഷെ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സ്കൂളിന്റെ ചുറ്റുവട്ടത്തു നിന്നും കുറച്ച് പേരെങ്കിലും പണം കൊടുത്ത് പഠിക്കുന്ന വിദ്യാലയത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. സോവനിയർ കമ്മിറ്റി ചെയർമാൻ V നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. K രാജഗോപാലൻ, N കൃഷ്ണൻ നമ്പൂതിരി, AP നിർമ്മലാഭായ്, P ഉഷ എന്നിവർ സംസാരിച്ചു. LP വിഭാഗത്തിൽ ഉദയമാടം സ്കൂളിലെ അജിത്ത് P ഒന്നാം സ്ഥാനവും UP വിഭാഗത്തിൽ മാട്ടൂൽ MEP സ്കൂളിലെ ഫാത്തിമ ഫിദ ഒന്നാം സ്ഥാനവും നേടി. വിജയികൾക്കുള്ള സമ്മാനദാനവും മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P നാരായണൻകുട്ടി മാസ്റ്റർ നിർവഹിച്ചു. തൃക്കരിപ്പൂർ JCIയുടെയും കൈക്കോട്ടുകടവ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഹൃദയദിനാഘോഷത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഹൃദ്രോഗികളുടെ തലസ്ഥാനമായി നമ്മുടെ രാജ്യം മാറുകയാണ്. അത്രമാത്രം കടുപ്പത്തിലേക്കാണ് നമ്മുടെ ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കുന്നത്. എത്ര അവയർനെസ് കൊടുത്താലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം ജീവിതശൈലി കടുപ്പപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും നമ്മളാരും പുറകോട്ട് പോകാൻ തയ്യാറല്ല. ഡോക്ടർ ഒരു അറ്റാക്ക് വന്നു, ഒരു ഹൃദയാഘാതം വന്നു. ഉദ്ഘാടന യോഗത്തിൽ JCI തൃക്കരിപ്പൂർ ടൗൺ പ്രസിഡന്റ് രഞ്ജിത്ത് VM അധ്യക്ഷനായി. സ്കൂൾ PTA പ്രസിഡന്റ് N അബ്ദുള്ള ഹൃദയദിന സന്ദേശം നൽകി. ഡോക്ടർ പ്ലാസിഡ് സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. KV കൃഷ്ണപ്രസാദ്, അബൂസലി TK, K സാഹസി, അബൂബക്കർ PP, M അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം മാട്ടൂൽ വില്ലേജ് കമ്മിറ്റി കുടുംബസംഗമവും ഓഫീസ് ഉദ്ഘാടനവും ഒക്ടോബർ 2 വെള്ളിയാഴ്ച നടക്കും. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസികളുടെ ക്ഷേമത്തിനായി നിലകൊള്ളുന്ന സംഘടനയാണ് കേരള പ്രവാസി സംഘം. പ്രവാസി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മാട്ടൂലിൽ പുതിയ ഓഫീസ് തുറക്കുന്നത്. പ്രവാസികളുടെ സ്വയം സഹായ സംഘം ആരംഭിക്കുക, നോർക്കയുമായി സഹകരിച്ച പ്രവാസികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. വെള്ളിയാഴ്ച 3 മണിക്ക് ഓഫീസ് ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിക്കും. തുടർന്ന് കുടുംബസംഗമവും നടക്കും. സ്വാശ്രയ സംഘം ഉദ്ഘാടനം P സൈതാലിക്കുട്ടി നിർവഹിക്കും.
CH ഗൈറുനിസ ഉപഹാരം വിതരണം ചെയ്യും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ BC യഹിയ, തേർലായി കുഞ്ഞഹമ്മദ്, PP മുസ്തഫ, CKT മുഹമ്മദ് അലി, C പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഉത്തര മലബാർ ജലോത്സവം ഒക്ടോബർ 2 കാര്യങ്കോട് തേജസ്വിനി പുഴയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, നീലേശ്വരം നഗരസഭ, ചെറുവത്തൂർ പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഉത്തര മലബാർ ജലോത്സവം സംഘടിപ്പിക്കുന്നത്. വനിതകളുടെ തുഴച്ചിൽ പ്രദർശനം ഇത്തവണ ജലോത്സവത്തിന് മാറ്റുകൂട്ടും. അടുത്ത വർഷം വനിതകൾക്കും മത്സരം സംഘടിപ്പിക്കും. 6 വനിതാ ടീമുകളാണ് പ്രദർശന മത്സരത്തിൽ അണിനിരക്കുക. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 15 ടീമുകളാണ് ജലമാമാങ്കത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. 25 ആൾ, 15 ആൾ തുഴയും ഇനങ്ങളിലാണ് മത്സരം. വള്ളംകളി മത്സര വിജയികൾക്കുള്ള സമ്മാനത്തുകയും ഇത്തവണ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1 വൈകിട്ട് 4 മണിക്ക് കോവലിൽ നിന്നും ചെറുവത്തൂർ ടൗണിലേക്ക് വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കും. ജലോത്സവം 2 പകൽ 2 മണിക്ക് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. K. കുഞ്ഞിരാമൻ MLA അധ്യക്ഷനാകും. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. സമാപന സമ്മേളനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി അധ്യക്ഷത വഹിക്കും. വിജയികൾക്ക് കലക്ടർ PS മുഹമ്മദ് സഗീർ സമ്മാനങ്ങൾ നൽകും. മാധ്യമസമ്മേളനത്തിൽ K. കുഞ്ഞിരാമൻ MLA, V. ഗൗരി, നാഗേഷ് തെരുവത്ത്, സജീവൻ വെങ്ങാട്ട്, M. ബാലകൃഷ്ണൻ, MP പത്മനാഭൻ, ലത്തീഫ് നീലഗിരി എന്നിവർ പങ്കെടുത്തു. മാറ്റുലി. നിലവിലെ സംവരണ വ്യവസ്ഥ തുടരുന്നതോടൊപ്പം മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്കും സംവരണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഈ മുന്നോക്ക സമുദായത്തിൽപ്പെടുന്നവരുടെ ഈ എല്ലാ ആനുകൂല്യവും കൊടുത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. സമൂഹം അതിനോടൊന്ന് പ്രവർത്തിക്കേണ്ട കാലം കഴിഞ്ഞു എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവരണം അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ, RSS നേതാക്കന്മാർ പരസ്യമായിട്ട് പറയാൻ വേണ്ടി തുടങ്ങുക. പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, OBC-കാർക്കൊന്നും സംവരണം കൊടുക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് അവർ പറയുന്നത്. പിന്നോക്ക ജാതിക്കാർക്ക് നേരത്തെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംവരണം തുടരുന്നതോടൊപ്പം തന്നെ മുന്നോക്ക ജാതിയിൽപ്പെട്ടവരും ഏറ്റവും പിന്നണിയിൽ കിടക്കുന്നവരുണ്ട്. പിന്നണിയിൽ കിടക്കുന്നവർക്ക് കൂടെ സംവരണം കൊടുക്കണമെന്നത് തന്നെയാണ് നമ്മളെ പോലുള്ള ആളുകൾക്കെല്ലാം പറയാനുള്ളത്. ഇനി അറിയിപ്പുകൾ. കണ്ടോത്ത് ബ്രഹ്മകുമാരീസ് വിശ്വശാന്തി ഭവനിൽ ഒക്ടോബർ 2 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സുഗമമായ പ്രായാധിക്യത്തിലേക്ക് കടക്കുന്നതിന്റെ കലയെക്കുറിച്ച് ഡോക്ടർ മഹേഷ് ഹേമാദ്രിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അന്നൂർ ആരോഗ്യനികേതൻ യോഗ പ്രഗതി ചികിത്സാ കേന്ദ്രത്തിന്റെ 12ാം വാർഷികവും പഞ്ചപോഷക രോഗശമന ക്യാമ്പും ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 8 വരെ അന്നൂർ ആരോഗ്യനികേതനിൽ നടക്കും. പിലാത്തറ ഗാന്ധിയൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ 10 മണിക്ക് മാടായിപ്പാറയിൽ മാടായിപ്പാറ സംരക്ഷണ ജ്യോതി, ജൈവ കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കുന്നു. KNM പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 4 വൈകിട്ട് 6:30 പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ മതം മനുഷ്യനന്മയ്ക്ക് എന്ന വിഷയത്തിൽ വാഗ്മിയും പണ്ഡിതനുമായ സുബേർ പീഡിയക്കൽ പ്രഭാഷണം നടത്തുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘം വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ. കരിവള്ളൂർ ഓണക്കുന്നിൽ ഭ്രാന്തൻ കുറുക്കന്റെ വിളയാട്ടം. കുട്ടമത്ത് A. ശ്രീധരൻ നിര്യാതനായി. അവസാനിച്ചത് അറിവ് തേടിയലഞ്ഞ ഒരു സർഗാത്മക ജീവിതം. മഹസർ തയ്യാറാക്കാൻ എത്തിയ ഗേൽ ഉദ്യോഗസ്ഥരെ ഏറ്റുകുടുക്കയിൽ നാട്ടുകാർ തടഞ്ഞു. പഴയങ്ങാടിയിൽ മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.